ഊർജത്തിന്റെ Breath is ഏറ്റവും വലിയ the സ്രോതസ്സാണ് greatest source ശ്വാസം. of energy that is keeping us alive. ശ്വാസമില്ല എങ്കിൽ നമുക്ക് ഒരു നിമിഷ നേരം പോലും ജീവിച്ചിരിക്കാൻ പറ്റില്ല. Everyone breathing here? എന്താ ശരിയല്ലേ? ഇവിടെ Please don't tell me you're not. എല്ലാരും ശ്വാസമൊക്കെ You're in എടുക്കുന്നുണ്ടല്ലോ. trouble. And that won't be true. എന്നോട് I won't ആരും be here to പറയരുത് tell you when that എടുക്കുന്നില്ല you're not എന്ന്. breathing. We breathe in and out അത് all ഒരിക്കലും the time, സംഭവിക്കുകയുമില്ലല്ലോ. but we have അല്ലെങ്കിൽ not നിങ്ങൾ paid ഇവിടെ any ഇരിക്കൂല, attention ഞാൻ to ഈ that. ചോദ്യം ചോദിക്കൂല. എന്നാൽ നമ്മൾ നിരന്തരം ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്വാസത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. പ്രാണ എന്ന് പറയുന്ന ഊർജത്തെ ശ്വാസം പമ്പ് ചെയ്യുന്നു. നമ്മൾ ചെയ്ത ആദ്യത്തെ പ്രവൃത്തി കരച്ചിലല്ല. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു, എന്നിട്ട് കരഞ്ഞു. നമ്മൾ കരഞ്ഞില്ലായിരുന്നു എങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ കരഞ്ഞിരുന്നേനെ. അവസാന പ്രവൃത്തി എന്താണ്? നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു, എന്നിട്ട് മറ്റുള്ളവർ കരയും. അഥവാ മറ്റുള്ളവർ കരഞ്ഞില്ലാച്ച എന്താ അർത്ഥം? ജീവിച്ചിരുന്ന സമയം നമ്മൾ നല്ല രീതിയിലല്ല ജീവിച്ചിരുന്നത്. ശരിയല്ലേ? അപ്പൊ ആദ്യത്തെ പ്രവൃത്തിക്കും അവസാനത്തെ പ്രവൃത്തിക്കും ഇടയില് നമ്മൾ ശ്വാസോച്ഛ്വാസം എടുത്തോണ്ടേയിരിക്കുകയാണ്. ശ്വാസമാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. പക്ഷെ നമ്മൾ ഈ സുഹൃത്തിനെ ഒട്ടും തന്നെ ശ്രദ്ധിക്കാറില്ല. ഈ സുഹൃത്തിനെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതായത് പ്രാണായാമം, ശ്വസനക്രിയകൾ, ഇതെല്ലാം തന്നെ നമുക്ക് വേണ്ട ഊർജം സ്ഥൂല ശരീരത്തിന് പോലെ സൂക്ഷ്മ ശരീരത്തിനും നൽകും. അതുവഴി നമ്മുടെ സ്ഥൂല ശരീരത്തിന് ഗുണം കിട്ടും, അതുപോലെ തന്നെ കാരണ ശരീരത്തിനും. കാരണ ശരീരം എന്ന് പറയുന്നത് ആനന്ദമാണ്. എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കാരണ ശരീരത്തിലാണ് വിശ്രമിക്കുന്നത്. എന്താ എല്ലാരും ഇവിടെ തന്നെയല്ലേ? അതോ കാരണ ശരീരത്തിലേക്ക് പോയോ? നിങ്ങൾ സ്വപ്നം മാത്രം കാണുന്ന രാത്രികളിൽ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം തോന്നാറില്ലേ? നിങ്ങളുടെ ശ്രദ്ധയിൽ അത് വന്നിട്ടുണ്ടോ? എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? എന്താ കാരണം? നിങ്ങൾ സൂക്ഷ്മ ശരീരത്തിൽ മാത്രമായിരുന്നു, അതിലും അപ്പുറത്തേക്ക് പോയിട്ടില്ല. ഡീപ് സ്ലീപ്പ് അഥവാ ഗാഢനിദ്ര വളരെ ആവശ്യമാണ്. ഗാഢനിദ്രയാണ് എല്ലാ ഊർജത്തിന്റെയും ബുദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഉറവിടം. നമ്മൾ ബോധപൂർവം കാരണ ശരീരത്തിനെ മനസ്സിലാക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ അത് ധ്യാനമാകുന്നു. ധ്യാനത്തിൽ നമ്മൾ എവിടെയാണെന്ന് അറിയുന്നില്ല, പക്ഷെ നമ്മൾ ആണ് എന്നറിയുന്നു. അതാണ് ആനന്ദം. ഇതിനെയാണ് തുരിയ എന്ന അവസ്ഥ എന്ന് പറയുന്നത്. വിശ്രമത്തിലാണ്, എന്നാൽ വിശ്രമത്തിന്റെ ഒപ്പം അവബോധവും ഉണ്ട്. ഈ അവസ്ഥ വളരെ പുരാതനവും പുതിയതുമാണ്. ശ്രദ്ധിക്കൂ, എന്താണ് നിങ്ങളിൽ സംഭവിക്കുന്നത്? നിങ്ങളുടെ മനസ്സ് യെസ് യെസ് എന്നും നോ നോ എന്നും പറയുന്നില്ലേ? എന്താണ് മനസ്സ് നിങ്ങളോട് പറയുന്നത്? അതിനാണ് പ്രാധാന്യം. ഇതിനെയാണ് പ്രജ്ഞ എന്ന് പറയുന്നത്, അഥവാ അവബോധം. ജീവിതത്തിൽ രണ്ടും വളരെ ആവശ്യമാണ്, ബുദ്ധിയും അവബോധവും. എവിടെയാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സ്? ഇനി അടുത്തതെന്താ? ഇനി എവിടേക്കാ? ഇനി അടുത്തതെന്താ? അതിന്റെ പിന്നാലെയല്ലേ പോകുന്നത്? ഇങ്ങനെ നമ്മള് അടുത്തതെന്താ അടുത്തതെന്താലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വർത്തമാനകാലത്തെ മറക്കുന്നു. നമ്മൾ എപ്പോഴും സന്തോഷത്തെ മാറ്റി വെക്കുന്നു ഭാവിയിൽ. അതുമൂലം സന്തോഷത്തെ നമുക്ക്
അനുഭവിക്കാൻ സാധിക്കുന്നില്ല. By the time you have to hit your pillow, ഉറങ്ങാനായിട്ട് it's already തയ്യാറെടുക്കുന്നുണ്ട്, morning. You have to get up. എന്നാലോ We ഉറങ്ങാൻ are in this സാധിക്കുന്നില്ല. constant race of നമ്മൾ preparation, എപ്പോഴും and so we miss the തയ്യാറെടുപ്പിനായുള്ള present നിരന്തര moment. ഓട്ടത്തിലാണ്. Meditation, അതുവഴി soaking ഈ into the നിമിഷം present നമുക്ക് moment, നഷ്ടമാകുന്നു. getting deep into that part ധ്യാനം of you എന്നാൽ വർത്തമാനകാലത്തിൽ മുഴുകുകയാണ്. which is connected with the universal energy. അങ്ങനെ Universal spirit. ധ്യാനിക്കുമ്പോൾ നമ്മളും പ്രപഞ്ച ശക്തിയുമായി Our ഒരു subtle body is 12 inches bigger രമ്യതയിൽ than our വരുന്നു. gross body. You want to do an നമ്മുടെ experiment? സൂക്ഷ്മ ശരീരം സ്ഥൂല When ശരീരത്തെക്കാൾ someone is sleeping, 12 ഇഞ്ച് വലുതാണ്. just put your hand within 12 ഒരു inches from the top of their head at the spot. പരീക്ഷണത്തിന് തയ്യാറാണോ? Not yourself. When someone is sleeping, ഒരാള് കിടന്നുറങ്ങുകയാണ്. you will sit there, ആ wake up. ആളുടെ തലയുടെ You don't have മുകളിൽ, to touch അതായത് them, 12 ഇഞ്ച് but you മുകളിൽ just നമ്മൾ do something കൈകൾ there. വെച്ച് കഴിഞ്ഞാൽ They തന്നെ they'll ആ move. ആള് ഉറക്കത്തിൽ നിന്ന് തനിയെ So our body, എഴുന്നേൽക്കും. the subtle നമ്മുടെ body is തലയുടെ 12 മുകളിലല്ല inches കേട്ടോ. bigger than ആരാണോ the gross ഉറങ്ങുന്നത് body. ആ വ്യക്തിയുടെ ആ And മുകളിൽ the causal 12 ഇഞ്ച് body മുകളിലായിട്ട് is വിരലുകൾ very വെക്കുക. vast. It's just like energy. എന്നിട്ട് എന്തെങ്കിലും Like you have കൈകൊണ്ട് ഞൊടിഞ്ഞാൽ മതി, radio waves തന്നെ of BBC. എഴുന്നേൽക്കും. It's not limited to that boom box കാരണ that you ശരീരം have. It's not limited to വളരെ the tube. വലുതാണ്. Where are those waves? അത് ഊർജമാണ്, റേഡിയോ വേവ്സ് പോലെ. Radio Australia. ഇപ്പൊ നമ്മൾ റേഡിയോ BBC ഓസ്ട്രേലിയ ട്യൂൺ all ചെയ്യുന്നു, over. BBC But it just ട്യൂൺ gets ചെയ്യുന്നു. projected from എവിടെയാണ് that tube, വാസ്തവത്തിൽ right? ഇതിന്റെ The television tube. തരംഗങ്ങളെല്ലാം? Similarly, the subtle, the causal ഈ energy of ആകാശ us തത്വത്തിൽ is നിറഞ്ഞു vast, നിൽക്കുകയാണത്. is all over. എല്ലായിടത്തും ഉണ്ട്. നമുക്ക് ഒന്നിൽ One മാത്രമായിട്ട് example, ഒതുക്കാനായിട്ട് you take this സാധിക്കില്ല. phone and you send a ടിവിയിൽ message. നിന്ന് വരുന്ന ട്യൂബിൽ You മാത്രമായിട്ട് type the ഒതുക്കാനായിട്ട് message സാധിക്കില്ല. and you say send. അതിന് And that അതുപോലെ message തന്നെ നമ്മളിപ്പോൾ goes ഫോണിൽ from മെസ്സേജ് America അയക്കും. to somebody's ഈ phone. മെസ്സേജ് Exactly the same അയക്കുമ്പോൾ phone. എവിടെയാണോ ആള്, Where do they travel? ദൂരത്ത് എവിടെയാണെങ്കിലും How do they അവിടേക്ക് travel? മെസ്സേജ് Have you thought about പോകുന്നുണ്ട്. it? No, we take things for എന്നാൽ granted. ഇത് We never എങ്ങനെയാണ് put our അവിടെ head into എത്തുന്നത്, that. അതിനെ കുറിച്ച് നമ്മൾ That message travels ആരെങ്കിലും and that phone is ചിന്തിക്കാറുണ്ടോ? switched off. When ഇല്ല. it gets turned on, only then the message gets turned എന്നാലോ on. Right? ഈ So സകല all these കാര്യങ്ങളും information, they travel in the അങ്ങോട്ടും space. ഇങ്ങോട്ടും ഒക്കെ മെസ്സേജ് And the പാസ് space ചെയ്യുന്നതെല്ലാം contains ആകാശ knowledge. തത്വത്തിലൂടെയാണ്. ഇപ്പൊ നമ്മുടെ ഫോൺ സ്വിച്ച്ഡ് Are you ഓഫ് ആണെങ്കിൽ ആ മെസ്സേജ് എത്തില്ല. ഓൺ ആക്കിയാൽ The മാത്രമേ space എത്തുകയുള്ളൂ. contains knowledge. അപ്പോൾ വാസ്തവത്തിൽ Isn't that amazing? ഈ ജ്ഞാനം എവിടെയാണ്? ആകാശ തത്വത്തിലാണ്. അത്ഭുതം തോന്നുന്നില്ലേ ഇത് കേൾക്കുമ്പോൾ?